ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിത് പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയിട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേര് റെഡിയായി, ലഗേജൊക്കെ എടുത്ത് വെച്ച്, കുറച്ച് ലഗേജ് ഉണ്ട്, അത് പിന്നീട് പാർസൽ അയക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. അങ്ങനെ ടാക്സിയിലാണ് ഞങ്ങൾ പോകുന്നത് എയർപോർട്ട് വരെ. റോഡ് കാഴ്ചകൾ അടിപൊളിയാണ് കേട്ടോ. മുമ്പേ റോഡ് കാഴ്ചകളും അടിപൊളിയാണ്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇപ്പം ഞങ്ങളിത് എയർപോർട്ട് റോഡ് കൂടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതവിടെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് എയർപോർട്ടിൻ്റെ. 2 സൈഡിലും നല്ല ഭംഗിയുള്ള പൂക്കൾ കൊണ്ടാണ് ഇതാക്കിയിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറച്ച് തെങ്ങുകളും മലങ്കാര തെങ്ങുകളല്ല, അതൊക്കെ വെച്ച് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയി. അവിടെ എത്തിയതിന് ശേഷം മോൾ അപ്പത്തിന് ഉറങ്ങി കേട്ടോ. പിന്നെ ലഗേജ് 2 ബാഗും 2 ഹാൻഡ് ബാഗുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഏട്ടൻ എടുക്കുന്നുണ്ട് കേട്ടോ. മോളെൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ഇത് ഉള്ളിലേക്ക് പോയി. പുറത്തുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് പോയപ്പോൾ കുഞ്ഞ് കുറച്ച് നേരം കളിച്ചുകൊണ്ടിരുന്നു. അവിടുത്തെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിയുന്നവരെ ഞങ്ങളവിടെ നിന്നു. ഏട്ടൻ ബാഗൊക്കെ വെയിറ്റൊക്കെ നോക്കി എല്ലാം സെറ്റാക്കുമായിരുന്നു കേട്ടോ. പിന്നെ അവൾക്ക് ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്തിരുന്നു നേരത്തെ. അത് കഴിച്ചങ്ങനെ അവൾക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഉറങ്ങി എണീറ്റതുകൊണ്ട്. അപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ആദ്യമായിട്ടാണ് അവൾ പോകുന്നത്. ഫസ്റ്റ് ടൈം വന്നപ്പോൾ അവൾ ചെറിയ കുഞ്ഞായിരുന്നു. അപ്പോൾ ഇപ്പോൾ 5-6 മാസം കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ നമുക്ക്. അപ്പോൾ ഇവിടെ ഐ ലവ് യു മുംബൈ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. കുഞ്ഞിൻ്റെ ഫോട്ടോസ് കുറച്ച് എടുത്തു കേട്ടോ. അപ്പോൾ ഏട്ടനാണ് വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ ഏട്ടനിക്ക് ഹായ് പറയാണ്. അപ്പോൾ ഏട്ടൻ അവൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വീഡിയോയിലേക്ക് നോക്കാൻ വേണ്ടി. പക്ഷേ അവൾ ചുറ്റിലുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പം ഇച്ചിരി കുറച്ച് അറിവൊക്കെ ആയതുകൊണ്ട് അങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ടി വിയിലേക്ക് നോക്കുകയാണ് കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ സമയം കാര്യങ്ങളൊക്കെ ഞങ്ങളവിടെ ചെക്ക് ചെയ്തിട്ട് മുന്നോട്ട് നടക്കുകയായിരുന്നു കേട്ടോ. ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ആദ്യമായിട്ട് വിമാനത്തിൽ കയറിയതിൻ്റെ അനുഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈം ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അത് കാലിക്കറ്റിൽ നിന്ന് തന്നെയാണ് പോയത്. കാലിക്കറ്റിൽ നിന്ന് ഇവിടെ ഡൽഹി വരെ കേട്ടോ. ഡൽഹി വരെയാണ് പോയത്. അത് ഒറ്റയ്ക്കായിരുന്നു പോയത്. അതൊന്നും അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. ആദ്യമായിട്ട് നല്ല പേടിയോടെയായിരുന്നു പോയത്. അത് ഓർക്കുമ്പോൾ ഇപ്പോൾ ചിരി വരെ. ഇത് 5ാം തവണയാണ് കേട്ടോ എൻ്റെ വിമാനയാത്ര. ഇത് മോളത് രണ്ടാം തവണയും. അങ്ങനെ ഇവൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ അന്ന് വന്നപ്പോൾ ഇവൾ ഉറങ്ങിപ്പോയായിരുന്നു കേട്ടോ. പിന്നെ തിരിച്ചു പോകുമ്പോൾ അവൾ എല്ലാ കാഴ്ചകളും, ഇപ്പോൾ വിമാനം എന്താണെന്ന് പറഞ്ഞാലൊക്കെ അവൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആ കാഴ്ച കാണിക്കുകയാണ് അവൾക്ക്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ, വിമാനം കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കുറേ നേരം അങ്ങനെ നോക്കി. എനിക്കും ഞാൻ 5 തവണ വിമാനത്തിൽ കയറിയിട്ടുണ്ടെങ്കിലും എനിക്ക് ആ ഒരു ഭയങ്കര പിന്നെയും കയറണം എന്നൊരാഗ്രഹം പിന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ മോള് ഭയങ്കര ഹാപ്പിയാണ്. അതങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വിമാനങ്ങളുണ്ട് കേട്ടോ. വരുന്ന ഇറങ്ങുന്നതും പോകുന്നതും ഒക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഫസ്റ്റ് ടൈം എനിക്കിത് കയറാനൊരു പേടിയില്ലായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കയറാൻ പേടിയില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിലത്തെ പ്രൊസീജിയറായിരുന്നു എനിക്ക് ഭയങ്കര പേടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പക്ഷേ ആദ്യമായിട്ട് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ സന്തോഷം മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പോയ ടൈം ഞാനും ഒരു അച്ഛനായിരുന്നു കേട്ടോ കൂടെ ഇരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിൻഡോ സൈഡ് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആസ്വദിക്കുമായിരുന്നു. പിന്നെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഏട്ടനെ കാണുന്നത്. ലഗേജ് എവിടെയാണ് എടുക്കണ്ടേ, എവിടെ വെക്കണ്ടേ, എങ്ങനെ എടുക്കും, അങ്ങനെയൊക്കെ ടെൻഷനായിരുന്നു. പിന്നെ എല്ലാ ചെക്കിങ് കഴിഞ്ഞ് ഉള്ളിലേക്ക് പോയപ്പോൾ പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ അപ്പം തന്നെ ഒരു മലയാളി ചേട്ടനെ കിട്ടി. അത് കോഴിക്കോടും തന്നെയായിരുന്നു കിട്ടിയത്. ആ ചേട്ടന് എല്ലാം പറഞ്ഞു തന്നു, സീറ്റിൻ്റെ കാര്യവും സീറ്റിന് അങ്ങനെയൊന്നും എനിക്കറിയില്ലായിരുന്നു എല്ലാം. പിന്നെ ആ ഒരു ചേട്ടൻ പറഞ്ഞു തന്നുകൊണ്ട് അങ്ങനെ കയറിയിരുന്നു. പിന്നെ അവിടെ ഇറങ്ങാൻ നേരത്ത് ഏട്ടനുണ്ടായിരുന്നു, അത് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് ടൈം ആയപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് പോകണ്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ കാഴ്ചകൾ കണ്ട് അവസാനം പോകാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ മോൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമായിരുന്നു വിമാനം എങ്ങനെ പോകുന്നത്. അപ്പോൾ അവളും ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ആകാശത്തിലല്ലേ കണ്ടിട്ടുള്ളൂ. അന്ന് വന്നപ്പോൾ തന്നെ ചെറുതായിരുന്നു. അപ്പോൾ മോൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, എന്തിലാണ് പോകുന്നത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് എത്താനാകുമ്പോഴത്തേനും നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉള്ളിൽ കുറച്ച് പുറത്തുള്ള കാഴ്ചകളൊക്കെ ഏട്ടൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ആദ്യ ടൈമിൽ ഞാൻ പോകുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഇവിടെ എത്തുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. ദൈവമേ, അവരെന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറയും, അങ്ങനെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഹിന്ദിയിലാണോ സംസാരിക്കുന്നത്, എനിക്ക് അങ്ങനെ ഭയങ്കര ടെൻഷൻ കാര്യങ്ങളായിരുന്നു.
അപ്പോൾ 5ാം തവണ ആയതുകൊണ്ട് എനിക്ക് ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഏട്ടനുള്ളത് കൊണ്ട് ഞാനും ഹാപ്പിയായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. പോയി എത്തി. ഞങ്ങളുടെ സീറ്റ് വേറെ ആയിരുന്നു. ഞാനും മോളും വേറെ സീറ്റിലും ഏട്ടൻ വേറെ സീറ്റിലായിരുന്നു. അതിനൊരു ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. മോൾക്കും അത് മോളെ എങ്ങനെ മാനേജ് ചെയ്യുന്നൊരു പേടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പോയി അടുത്തുള്ളൊരു ചേച്ചിനോട് മാറിയിരിക്കാൻ പറഞ്ഞ് കേട്ടില്ല, അവർ സമ്മതിച്ചില്ലായിരുന്നു. എല്ലാവരും പറഞ്ഞു നോക്കി, അവർ മാറിയില്ല. അങ്ങനെ പിന്നെ ഏട്ടൻ വേറെ ഞാൻ വേറെ ഇരുന്നു. കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞു. പിന്നെ സമാധാനത്തിന് മോൾ കരഞ്ഞിട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പോയിരുന്നപ്പോൾ തന്നെ വീഡിയോസ് കാണിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. 1.5 മണിക്കൂറാണ് കേട്ടോ നമുക്ക് കാലിക്കറ്റിലേക്ക് മുംബൈയിൽ നിന്ന് പോകുന്നത്. അപ്പോൾ മെല്ലെ എടുത്ത് തുടങ്ങി വിമാനം. അപ്പോൾ നമ്മൾ വിമാനം എടുത്ത് തുടങ്ങുമ്പോഴത്തേനും ഫോണൊക്കെ ഫ്ലൈറ്റ് മോഡ് ആക്കണമല്ലോ. അപ്പോൾ ഏട്ടനെ വിളിക്കാനൊന്നും പറ്റില്ല, എണീറ്റൊന്നും നോക്കാനും പറ്റില്ല. ഏറ്റവും പുറകിലായിരുന്നു ഏട്ടൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ പുറത്തത്തെ കാഴ്ചകളൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്തു. പിന്നെ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോഴത്തേനും കുറേ വിമാനങ്ങൾ ഇറങ്ങാനുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരം നിർത്തിയാണ് പോയത് കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ മേലേക്ക് പറക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഫുള്ള് മുമ്പേ കടലിൻ്റെ സൈഡിലാണല്ലോ. അപ്പോൾ ആ കാഴ്ചകൾ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാൻ വേണ്ടി എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ മേലേക്ക് പറഞ്ഞു. ഇതാണ് മുമ്പേ കാഴ്ചകൾ കേട്ടോ. അപ്പോൾ കടലിൻ്റെ മുകളിൽ കൂടെയാണ് പോകുന്നത്. അടിപൊളി കാഴ്ച എന്ന് വെച്ചാൽ അടിപൊളി കാഴ്ചയാണ് കേട്ടോ. ഒരുപാട് നല്ല റോഡ് വ്യൂ ഉണ്ട്. ഞാനത് വേറെ വീഡിയോയിൽ കാണിച്ചു തരാം. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതാ ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കുകയാണ്. പിന്നെ മുകളിലെത്തി കഴിഞ്ഞപ്പോൾ മോൾക്ക് മേഘങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ മേഘത്തിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോഴൊക്കെ അത് ഐസ്ക്രീമാന്ന് പറഞ്ഞ് എനിക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. എടുത്ത് കഴിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അത്രയും നല്ല വ്യൂ ആണ് കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും വിമാനയാത്ര ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ പേടിക്കൊണ്ട് കളയരുത്, മിസ് ചെയ്യരുത്. പോകണം, എന്താണെങ്കിൽ പോകണം. ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ കയറണം കേട്ടോ. അപ്പോൾ എനിക്കുള്ള അനുഭവം ഇതൊക്കെയാണ്. ഫസ്റ്റ് ടൈം ഒരു പേടി ഉണ്ടാവും, പിന്നെ നമുക്ക് പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മേലെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ താഴെ നിന്ന് മേലേക്ക് നോക്കുന്നത് പോലെ തന്നെയാണ്. കുഞ്ഞതായിട്ട് എല്ലാം കാണുള്ളൂ നമ്മുടെ പരിസരം കാര്യങ്ങളൊക്കെ. പിന്നെ മേഘത്തിൻ്റെ ഇടയിൽ പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു ഭയങ്കര സൂര്യൻ നല്ല കണ്ണ് കുത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പകുതി വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, എന്നാലും അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മളെ കാഴ്ചകളൊക്കെ കണ്ട് സമയം പോയത് അറിഞ്ഞില്ല. മോള് കാർട്ടൂണിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് അനൗൺസ്മെൻറ്റ് വന്നത് ഇറങ്ങാനായി, എല്ലാവരും ബെൽറ്റൊക്കെ ഇടണമെന്ന്. അപ്പോൾ മോളെന്നെ ബെൽറ്റ് ഇടാൻ സമ്മതിക്കുന്നില്ലായിരുന്നു, ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ ബെൽറ്റ് ഇട്ട് ഞാൻ റെഡിയായിരുന്നു. ആ സമയത്ത് മോൾക്ക് നല്ല ചെവി വേദന ഉണ്ടായിട്ടോ. ഇറങ്ങാൻ നേരമായപ്പോഴത്തേനും നല്ല ചെവി വേദന ഉണ്ടായിരുന്നു. അവൾ കരയാൻ തുടങ്ങി. ഒരു 10 മിനിറ്റോളം അവൾ കരഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പാൽ കൊടുത്ത് വേഗം ഉറക്കിക്കാൻ നോക്കി. കുറച്ച് കരഞ്ഞിട്ടാണ് ഉറങ്ങിയത്. ആ സമയത്ത് എനിക്ക് ഫസ്റ്റ് ടൈം എനിക്ക് കയറിയ ടൈമിലായിരുന്നു കേട്ടോ. നല്ല ചെവി വേദന ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ നമ്മുടെ നാട്ടിലേക്ക് പോവുകയാണ്. നാട്ടിലെത്താറായി, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ സമയത്തില്ലേ പിന്നെ ഇറങ്ങാൻ നേരത്ത് ചിലപ്പോൾ വിമാനം നല്ല കറങ്ങും കേട്ടോ. ചുറ്റിലും കറങ്ങിയിട്ടൊക്കെ പോവുക. ഈ ഒരു സമയം മോളെ ഉറക്കുന്ന കൊണ്ട് ഞാൻ അങ്ങനെ വിമാനം കറങ്ങിയോന്ന് പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അതൊന്നും എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ കേരളത്തിലെത്തിയിട്ടുണ്ട്. അടുത്ത പച്ചപ്പും ഹരിതാപവും ഒക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി. മേലെ നിന്നും താഴേക്ക് നിൽക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ അവിടെ ഇറങ്ങാൻ പോവാണ്. മോൾ ഉറങ്ങിയത് കൊണ്ട് വലിയ വിഷയം തോന്നിയിട്ടില്ല. നമ്മൾ നാട്ടിലേക്ക് പോകുന്ന ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. വീട്ടിലാരും അറിയില്ല പോകുന്നത്. ഞങ്ങൾ മാത്രം, ഞങ്ങളുടെ അനിയൻ മാത്രമാണ് അറിഞ്ഞിരിക്കുന്നത്. അവനാണ് ഞങ്ങൾ കൂട്ടാൻ വന്നിരിക്കുന്നത്, അനിയത്തിൻ്റെ ഹസ്ബൻഡ്. അപ്പം ഞങ്ങളിതാ ഇറങ്ങാൻ പോവാം. ഇറങ്ങി അവനെയും കണ്ട് ഭക്ഷണം കഴിച്ചിട്ട് വേണം നമുക്ക് നാട്ടിലേക്ക് പോകാൻ. എന്താണെങ്കിൽ നാട്ടിലെത്തുമ്പോൾ ഇവിടെ കാലിക്കറ്റിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് 2 മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ. 2-2.5 മണിക്കൂർ യാത്ര ഉണ്ട്. ബ്ലോക്കൊക്കെ ചുരത്തിൽ വന്നാൽ എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ കഴിക്കാതെയാണ്, ഫ്ലൈറ്റിൽ ഒന്നും വാങ്ങി കഴിച്ചിട്ടില്ല, വീട്ടിൽ നിന്ന് കഴിച്ചതാണ്. രാവിലെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ദോശ കഴിച്ചിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ ഇറങ്ങാൻ പോവാണ്. മോള് നല്ല ഉറക്കമാണ്. അപ്പത്തിന് ഏട്ടൻ അതാ വരുന്നുണ്ട് മെല്ലെ മോളെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇറങ്ങാനുള്ള തിരക്കിലായിരുന്നു. ഞങ്ങളങ്ങനെ
ഇറങ്ങി ഈ ഒരു ബസ്സിലാണ് കേട്ടോ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി ആ ബസ്സിൽ കയറി ലഗേജും എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് പോയി. അവിടെ എത്തി അനിയനെ കണ്ട് ഫുഡും കഴിച്ചാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത റോഡ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും കാണാം. ബൈ.